നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2 ആണ്. അതിലെ ഫസ്റ്റ് സെക്ഷനിലെ 3 ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബാക്കി 4, 5, 6 ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ടാവും, അതിൻ്റെ സീറോസ് കണ്ടുപിടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും വെരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ 4u² + 8u. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസിയാണ്. മറ്റേതുപോലെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് പ്രോഡക്റ്റും സമ്മൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഒരു 2u നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 2u അല്ലെങ്കിൽ 4u നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 4u കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ബാക്കി u ഉണ്ട് അല്ലേ, പ്ലസ് ഇവിടെ എന്തുണ്ട്? 8uലെ 4 കഴിഞ്ഞാൽ ബാക്കി 2u ഓൾറെഡി നമ്മൾ എടുത്തു. u + 2 4u × u + 2 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെങ്കിൽ 4u = 0, u + 2 = 0. ഇത് രണ്ടും ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ് അല്ലേ. 4u = 0 എന്ന് പറഞ്ഞാൽ u = 0 തന്നെയാണ് അല്ലേ. u + 2 = 0 എന്ന് വെച്ചാൽ u = -2. അപ്പോൾ രണ്ട് സീറോസ് നമുക്കിവിടെ കിട്ടി, u = 0 ആൻഡ് u = -2. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കോമൺ നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ നമുക്കിവിടെ കിട്ടി അല്ലേ. കാരണം ഇതിൽ 2 ടേം ഉണ്ടായിരുന്നുള്ള പോളിനോമിയൽ. അപ്പോൾ സീറോസ് കണ്ടുപിടിച്ച് നമ്മൾ കൊടുത്തു. ഇനി ഈ സീറോസും നമ്മുടെ കോഎഫിഷ്യൻറ്റുകളുണ്ടല്ലോ അതും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ദ സീറോസ് എന്താണെന്ന് നോക്കി നോക്കാം. സം ഓഫ് ദ സീറോസ് എന്താണ്? ഒരു 0 ആണ്. 0 + -2 എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഒന്നുകിൽ നമുക്ക് ഇതിൽ നിന്ന് അതിലേക്ക് മാറ്റാം. ഞാൻ രണ്ടും കാണിച്ചു തരാം. അത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ്, ഇവിടെ ഇപ്പോൾ u ആണ്, അപ്പോൾ നമ്മുടെ യുവിൽ പറയാം കോഎഫിഷ്യൻ്റ് ഓഫ് u ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u² ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഡെഫിനിഷൻ, മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് u എന്താണ്? 8 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u² എന്താണ്? 4. നമുക്കിതിൽ 4 ക്യാൻസൽ ആവും അല്ലേ. 8ൽ 4 2 ടൈംസ്, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് ദ സീറോസ് നമ്മളിവിടെ സീറോസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് -2 ആണ് ഡെഫിനിഷൻ പ്രകാരം. അതായത് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് u ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u². അതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് u ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u² എന്നുള്ള ഫോർമുല നമ്മളവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് എഴുതാം. ഇപ്പോൾ നമ്മളിപ്പോൾ സം ഓഫ് ദി സീറോസ് -2 കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാം? -2ന് പകരം 8 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. 8 ഡിവൈഡഡ് ബൈ 4 എന്ത് തന്നെയാണ്? 2. അതിൽ -8 എന്ന് പറയുന്നത് എന്താണ്? -8 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് u, 4 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് u². ഒന്നുകിൽ നമുക്ക് അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്കത് എങ്ങനെ എഴുതണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് എന്താണെന്ന് നോക്കാം. ഒന്ന് 0യും മറ്റേത് -2 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ വരുന്നത്? കോൺസ്റ്റൻറ്റ് ടേം അല്ലേ. കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u². കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് u² 4 ആണ്. 0/4 എന്ന് പറയുന്നത് 0. നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടി, ഡെഫിഷ്യനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലെ t² - 15. ഇത് നമുക്ക് എളുപ്പമാണ്. എങ്ങനെയാണ്? a² - b² അല്ലേ. a² - b² എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കണം. അതെന്താണ്? a + b × a - b അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് അതുപോലെ എഴുതാം. t പ്ലസ് ഇവിടെ b² സ്ഥാനത്താണ് 15. അപ്പോൾ b എന്ന് പറയുമ്പോൾ എന്ത് വരും? √15. അതുപോലെ തന്നെ t - √15. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റി. നമുക്ക് 2 ഫാക്ടേഴ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്കിതിനെ t + √15 = 0, അതുപോലെ തന്നെ t - √15 = 0. അപ്പോൾ ഇതിൽ നമുക്ക് t = -√15 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് t +√15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ 2 സീറോസ് എന്ത് കിട്ടി?
പ്ലസ് √15 മൈനസ് √15. ഇനി നേരത്തെ പോലെ തന്നെ നമ്മളിതിൻ്റെ സം ഓഫ് ദ സീറോസ് കണ്ടുപിടിക്കാം, പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് കണ്ടുപിടിക്കാം. സം ചെയ്യുമ്പോൾ എന്ത് വരും? √15, അടുത്തത് മൈനസ് √15 ആണ് അല്ലേ. ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അതുപോലെ ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്തായിരുന്നു? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് യു ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് യു സ്ക്വയർ. മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് യു, ഇവിടെ യു അല്ല, സോറി കേട്ടോ, ഇതിൽ നമുക്ക് ടി എത്തിയേ, സോറി, കോഎഫിഷ്യൻ്റ് ഓഫ് ടി ഏത് വേരിയബിളാണോ ഉള്ളത് ആ വേരിയബിൾ നമ്മൾ പറയുക. കോഎഫിഷ്യൻ്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ. അപ്പം മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് ടി ഇവിടെ ഉണ്ടോ? ഇല്ല, 0. ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ 1. അതിൻ്റെ അർത്ഥം എന്താണ്? 0 ആണ് കിട്ടിയത്. നമുക്ക് സമ്മ് സീറോസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി, ഡെഫിനിഷനിൽ ഇട്ടപ്പോഴും 0 കിട്ടി. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ്. പ്രോഡക്റ്റ് എന്താ വരിക? √15 മൾട്ടിപ്ലൈഡ് വിത്ത് മൈനസ് √15. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ആൻസറിൽ മൈനസ് ഉണ്ടാവും. √15 ഇൻറ്റു √15 15 മൈനസ് 15. ഈ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം എന്താണ്? -15 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താണ്? -15. നോക്കിയേ, രണ്ടും സെയിം തന്നെയല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ എന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇതിൽ തന്നെ -15 എന്ന് പറയുന്നത് -15/1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്ക് ദാറ്റ്സ് ഈസ് ഈക്വൽ ടു -15 കോൺസ്റ്റൻറ്റ് ടേം ആണ്, 1 കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് 3x² - x - 4 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ 1-2 പ്രോബ്ലംസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ 3 ആയതുകൊണ്ട് നമ്മൾ 2 നമ്പറുകൾ അസ്യൂം ചെയ്യണം. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം മൾട്ടിപ്ലൈഡ് വിത്ത് x² കോഎഫിഷ്യൻറ്റ് 3, അതായത് -12 ആയിരിക്കണം. ആ 2 നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12ഉം ആ 2 നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ്? -1. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ 2 നമ്പറുകൾ നമുക്ക് 12ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കാം. 4 3s are 12. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുക്കാം. -4 അതുപോലെ തന്നെ +3 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം -1 കിട്ടും. അപ്പോൾ 2 നമ്പർ നമ്മൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഒരു പോളിനോമിയലിലെ ആ മിഡിൽ ടേമിനെ നമുക്ക് ഈ ഒരു 2 ടേമിൻ്റെ ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒന്ന് -4, അപ്പോൾ -4x, പിന്നെ +3x. നോക്കിയേ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -x തന്നെയല്ലേ. കോൺസ്റ്റൻറ്റ് ടേമും x² ടേമും അതേപോലെ തന്നെ എഴുതുക. ഈ 2 ടേം നമ്മൾ ഒരേപോലെ പെയറായിട്ട് എടുക്കുക. 3x² - 4x ഒരു x കോമൺ ആയിട്ട് വരും. ബാക്കി ഇവിടെ ഒരു 3x, ഇവിടെ ഒരു -4 പ്ലസ് 3x - 4 കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ 3x - 4 എന്ന് എഴുതി. ഈ രണ്ടിടത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3x - 4 ഉണ്ട്. ഇവിടെ ബാക്കി എക്സും പ്ലസ് ഇതിൽ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 1. അപ്പോൾ 2 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി, 3x - 4 എന്നും x + 1 എന്നും. അപ്പം ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3x - 4 = 0, x + 1 = 0. അപ്പോൾ 3x = -4 വരുമ്പോൾ +4 ആവും. x = 4/3. ഇവിടെ x എന്ത് വരും? -1. അപ്പോൾ 2 സീറോസ് നമുക്ക് ഇവിടെ കിട്ടി, 4/3ഉം -1ഉം. ഇനി നമുക്ക് അതാണ് സീറോസ് വന്നിട്ട് എഴുതണേ. ഇനി നമുക്ക് സം ഓഫ് ദ സീറോസ്. സം ഓഫ് ദ സീറോസ് നോക്കിയേ, -1 + 4/3 രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 3 നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. അപ്പോൾ -1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 + 4 അതേപോലെ എഴുതുക. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. -3 + 4 എന്താണ്? 1. 1/3 ആണ് സം ഓഫ് ദ സീറോസ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്തായിരിക്കും? കോഎഫിഷ്യൻ്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്താണെന്ന് നോക്കാം. മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് x -1 ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് x² 3 ആണ്. അപ്പോൾ വീണ്ടും ഒരു -1 ഡിവൈഡഡ് ബൈ 3, മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ 1/3 അത് തന്നെയല്ലേ ഇത്. അപ്പോൾ സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പ്രൂവ് ചെയ്തു.
അല്ലെങ്കിൽ നമുക്കിത് നേരിട്ടിട്ട് 1ന് നമുക്ക് -(-1) ഇങ്ങനെ എഴുതാം കേട്ടോ. -(-1) ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ -(-1) എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, 3 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അങ്ങനെ എഴുതിയിട്ട് ഡയറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് എന്ന് പറയുമ്പോൾ രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1 മൾട്ടിപ്ലൈഡ് വിത്ത് 4/3. അപ്പോൾ നമുക്ക് -4/3 എന്ന് കിട്ടും. അതിന് വേണമെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് എഴുതിയേ. -4 എന്ന് പറയുന്നത് എന്താണ്? ഇത് എളുപ്പമാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഈസി ആയിട്ട് എഴുതാം. -4 എന്ന് പറയുന്നത് നമുക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ശരിയല്ലേ? -4 കോൺസ്റ്റൻറ്റ് ടേം ആണ്, 3 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇങ്ങനെ നേരിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ എഴുതി കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ അവിടെ -4 എന്ന് കൊടുക്കുക, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 3. അപ്പോൾ ഇവിടെയും -4/3 കിട്ടി. പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് -4/3 കിട്ടി. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ടും സെയിം ആണെന്ന് പറയാം. അങ്ങനെയും ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഈസി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തു. കാരണം സെയിം ആ നമ്പറാണ്. ചിലയിൽ നമുക്കിതുപോലെ മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന കേസിൽ വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ കഴിഞ്ഞു. സീറോസ് കണ്ടുപിടിക്കലും അതുപോലെ തന്നെ വെരിഫൈ ചെയ്യണതും. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്